ഉപദേശിച്ചു തന്ന മരുന്ന്. ആ നാമം എന്നും സ്മരിക്കൂ. ഗുരുവേ നമഃ. ഗുരുവേ നമഃ. ക്ഷമിക്കണം, ഇത് 10,000 രൂപ മാത്രമേ ഉള്ളൂ. പണം നാം കൈകൊണ്ട് തൊടാറില്ല. എന്നാലും ദക്ഷിണയല്ലേ, വാങ്ങിച്ചോളൂ തിരുമേനി. ഒന്നുമില്ല, ഇപ്പൊ മാറ്റിത്തരാം. സുമര, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഇത് കഴിച്ചോളൂ. ഒരു 10 മിനിറ്റ് പുറത്തിരുന്നോളൂ. വേദന മാറിയിട്ട് പോയാൽ മതി. സുമര, അടുത്ത ആളോട് വരാൻ പറയും. എന്താ എന്താ നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. ഒരു ചെറിയ വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇയാൾ കൊടുത്ത ഗുളിക കഴിച്ചപ്പോഴേ കുഴഞ്ഞു വീണത്. എന്തു മരുന്നാ നിങ്ങൾ കൊടുത്തത്? വയറുവേദനയ്ക്ക് സാധാരണ കൊടുക്കാറുള്ള മരുന്നാണ് കൊടുത്തത്. ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതി? ചതിക്കാൻ ഇയാളെന്താ എന്റെ ശത്രുവാണോ? പേഷ്യന്റ് അല്ലേ? താൻ നിന്ന് പ്രസംഗിക്കാതെ ഇയാളെ രക്ഷിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? താൻ എന്ത് ക്നാപ്പിലെ ഡോക്ടറാണോ? തോന്നിയാസം പറയരുത്. പറഞ്ഞ താൻ എന്ത് ചെയ്യണോ? വിവരക്കേട് കാണിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ തലയിൽ കയറുന്നു. ഷട്ടാണ്, എവിടുത്തെ ഡോക്ടറാണോ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്ക്. മെഡിക്കൽ കോളേജിലേക്ക് എടുക്കാം. എടുക്കുക. ഇയാളുടെ അടുത്തൊക്കെ വന്നാൽ നമ്മളെ വേണം തന്നെ. എന്താ നിക്കൂ, എന്താ പറ്റിയേ? ഒന്നും പറയേണ്ട തിരുമേനി. വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പൊ ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നത്. ഓ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. ഈ സഹോദരരെ അവിവേകം കാണിക്കില്ലേ? മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ? സിദ്ധാശ്രമത്തിലേക്ക് കെട്ടിയെടുക്കൂ, ഗുരു ഉണ്ടല്ലോ അവിടെ. അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ, തെരഞ്ഞു പിടിച്ച് തല്ലുകയാ വേണ്ടത്. ദൈവമില്ല, അമാനുഷികമായ ശക്തിയേ ഇല്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം. ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റുള്ളൂ? താനെന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നേ? ഞാനെന്താ യുക്തിവാദിയാ? MBBS അത്ര MBBS എന്താ കാര്യം? അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ ദൈവശക്തി വിജയിച്ചില്ലേ? ഇങ്ങനെ ഒരു സിദ്ധൻ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയാണ്. ഇനിയിപ്പൊ സ്വാമിയുടെ അനുജൻ ഡോക്ടറെ കൂട്ടി ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരുന്ന തോന്നുന്നത്. അതുറപ്പാ. ഇന്ദു, നീ എന്താ ഈ പറയുന്നത്? എനിക്കൊരു പിഴവും പറ്റിയിട്ടില്ല. ഞാൻ അയാൾക്ക് കൊടുത്തത് വെറും ബെറാൽഗന. അത് കഴിച്ച് ആരും ബോധം കെട്ട് വീണ ചരിത്രവും ഇല്ല. പിന്നത് ഇങ്ങനെ സംഭവിച്ചു? എനിക്കെങ്ങനെ അറിയാം? ഈ പൊതുജനം കഴുത തന്നെയാ. ഒരു കൊലപാതകയെ നോക്കുന്ന പോലെയാണ് ആളുകൾ ഇപ്പൊ എന്നെ നോക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇവിടെ പ്രാക്ടീസ് തുടങ്ങാൻ. അച്ഛന്റെ